മലയാളികളുടെ പ്രിയ താരമായ കലാഭവൻ നവാസ് വീണ്ടും വാർത്തകളുടെ നിറയുകയാണ്. നവാസിക മരണപ്പെട്ടിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യമായി നെഞ്ചുവേദന വരുന്നതും പിന്നീട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നതും. 2 ദിവസം മുമ്പാണ് പ്രകമ്പനം സിനിമ തിയേറ്ററിൽ റിലീസായത്. അതോടെയാണ് നവാസിക വീണ്ടും വാർത്തകളുടെ നിറയാൻ തുടങ്ങിയത്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു നവാസിന്റേത്. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴും ആ ഞെട്ടയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു നവാസിക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ശക്തമായി തിരിച്ചുവരവ് നടത്തിയത് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ ഉണ്ടായിരുന്നത് നവാസ് ആണെന്നുള്ളത് പലർക്കും മനസ്സിലായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സിനിമയിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ട ആരും നവാസ് അവതരിപ്പിച്ച ആ കഥാപാത്രം മറക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങോട്ട് കൂടുതൽ കഥാപാത്രങ്ങൾ നവാസിനെ തേടിയെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു നവാസിന്റെ. എന്തായാലും നവാസ് അഭിനയിച്ച അവസാന സിനിമ ഇപ്പോൾ റിലീസായി കഴിഞ്ഞു. പ്രകമ്പനം സിനിമ കാണാൻ അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും എത്തിയിരുന്നു. തന്റെ എല്ലാമായ നവാസ് അവസാനം ബിഗ് സ്ക്രീനിൽ കാണാൻ ഭാര്യയായിട്ടുള്ള രഹനയും എത്തിയിരുന്നു. സിനിമ കണ്ടിറങ്ങിയതിനു ശേഷമുള്ള രഹനയുടെ ഒരു വീഡിയോ ക്ലിപ്പ് നീലക്കൂൽ എന്റർടൈൻമെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. എന്താ പറയാ, ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ സ്നേഹത്തിന് മുന്നിൽ നമ്മൾ എന്ത് പറഞ്ഞാലാണ് പൂർണ്ണമാവുക. നവാസും രഹനയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ. 22 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചവരിൽ ഇന്നും ഇത്ര ഇന്റൻസിറ്റിയോട് കൂടി പ്രണയിക്കുന്ന അപൂർവം ചില മനുഷ്യന്മാരെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നവാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ രഹനക്കും ഇന്നും കരച്ചിലടക്കാൻ കഴിയുന്നില്ല. എന്തിനൊന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. ഇവരുടെ മക്കളും അങ്ങനെ തന്നെയാണ്. പരസ്പരം എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും. എത്ര അടിപൊളിയായിട്ടാണ് നവാസ് തന്റെ കുടുംബത്തെ കൊണ്ട് നടന്നിരുന്നത് എന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് പലരും തിരിച്ചറിഞ്ഞത്. എന്നാലും കഴിഞ്ഞ ദിവസം രഹനയുടെ ഉപ്പയും നവാസിന്റെ മോനും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നവാസിന്റെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ രഹനയുടെ ഉപ്പ സംസാരിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടോക്കാം. എന്തു പറയണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ അറിയില്ല. എങ്കിലും 2 വാക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയേണ്ടതായിട്ടുള്ള ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ നവാസിക്കയുടെ അമ്മായിച്ചൻ എന്ന് അദ്ദേഹത്തിന് പറയുന്ന ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പിന്നെ മകനുണ്ട് കൂടെ, 2ാമത്തെ മകൻ. ബാപ്പ 6 മാസമായി മരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോയിട്ട്. അപ്പം ഇന്ന് ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ എന്താ പറയാനായിട്ടുള്ളത്? ഓർക്കുമ്പോൾ കരഞ്ഞു പോവും. കാര്യം എനിക്ക് 2 പെൺപിള്ളേരാ. അപ്പോൾ ആൺപിള്ളേരില്ലല്ലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും ചിന്തിക്കാനുള്ള സമയം പെൺപിള്ളേർ തന്നിട്ടില്ല. അവരെ എല്ലാവരും പൊന്നുപോലെ തന്നെ നോക്കുന്ന. നവാസും ഒരു വേറെ മരുമോനും കൂടി ഉണ്ട് എനിക്ക്. നവാസ് വന്നതിന് ശേഷം ശരിക്ക് 2 മരുമക്കളും മക്കളായി തന്നെ ആണ് എന്നോട് പെരുമാറുന്നത്. എല്ലാം അറിഞ്ഞ് ചെയ്യും. വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായിട്ട് എന്നെ അവരുടെ കൂടെ നിർത്തിയെന്നാണ് പറയാൻ പറ്റുള്ളൂ. അവരുടെ കൂടെ നിർത്തി എന്നെ വിട്ടില്ല. മോൻ ഞാൻ മാറണമെന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. എന്നെയും വൈഫിനെയും വിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടാകാം ഉപ്പ വേണം ഇവിടെ എന്നുകൊണ്ടാകാം. സത്യത്തില് ഒരു 22 വർഷമായിട്ട് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല. ആ ഡ്രസ്സ് മുഴുവനും മോനാ എടുത്തത് തന്നെ. അത് ഒരുപാട് ഡ്രസ്സാകുമ്പോൾ ഞാൻ പറയും വേണ്ട, ഇനി എന്തിനാ എടുക്കുന്നത്. പക്ഷെ എന്നാലും വസ്ത്രങ്ങൾ ഇപ്പം എനിക്ക് നാടകം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റ് മണി അറിയാതെ ഞാൻ ചോദിച്ചിട്ടല്ല തരുന്നത്. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു. പോക്ക് വല്ലാണ്ടായിപ്പോയി. അത് ഭയങ്കര നീറ്റല് ഹൃദയത്തിൽ ആ ഒരു നീറ്റൽ എല്ലാ മലയാളികൾക്കും ഉണ്ട്. കലാഭവൻ മരിച്ചപ്പോൾ മാത്രമാണ് പണ്ട് ഇത്രയും ദുഃഖമായിട്ടുള്ള ഒരു നീറ്റൽ മലയാളികൾക്ക് ഉണ്ടായിട്ടുള്ളൂ. കാരണം മണിച്ചേട്ടന്റെയും നവാസ്കയുടെയും ആ മരണങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. ചെറിയ പ്രായത്തിലാണ് നമുക്ക് അവരെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു. അത്ര വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും ആയിരുന്നില്ല നവാസ്. ഇറങ്ങുന്ന എല്ലാ സിനിമകളിലും അഭിനയിച്ചിരുന്ന ആളുമല്ല. പക്ഷെ അസാധ്യ കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഏറെ പ്രിയങ്കരനുമായിരുന്നു. ആർക്കും ഒരു കുറ്റം പോലും പറയാനില്ലാത്ത, എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുന്ന നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം ആർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നത്. ഉള്ളതായിട്ട് അറിവുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും മുമ്പ് മരുന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു അസുഖവും ഇല്ല. കാര്യം എനിക്ക് ബൈപ്പാസ് ചെയ്ത ആളാണ്. അപ്പൊ ബൈപ്പാസിന് പൈസ മുടക്കിയത് നവാസാണ്. അപ്പൊ ഞങ്ങള് പൈസ കൊണ്ടിരുന്നപ്പോ പൈസയൊക്കെ കെട്ടി AC റൂം, ഇതാണ് ഏറ്റവും വലിയ റൂമും ഏറ്റവും നല്ല ഇതുമായിട്ട് ജോസ് ചക്ക പെരിവറാണ് എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞിട്ട് 18 വർഷമായി. നവാസിന്റെ മൂത്ത മകന്റെ പ്രായമാണ് എൻ്റെ ഇത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നെ നടക്കാൻ പറ്റും. ഞങ്ങൾ 2 പേരും കൂടി ഒരുമിച്ച് നടക്കും. വീട്ടിൽ എക്സസൈസ് കാര്യങ്ങൾ. ഒരു ദിവസം നമ്മളാരും എക്സസൈസ് ചെയ്തില്ലെങ്കിൽ വേണം ചെയ്യണം. പിന്നെ ഫുഡ് നിയന്ത്രണം.
എല്ലാം ചെയ്യുന്ന ആളാണ്. ഇതുവരെ ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖമേ ഞങ്ങൾക്ക് അറിയാനേ പാടില്ല. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മരണത്തിന് ശേഷമാണ് ഡോക്ടർ വന്നിട്ട്, ഡോക്ടർ അഹമ്മദ് പറഞ്ഞു ഇങ്ങനെ നെഞ്ചിനൊരു ഇത് വന്നു, അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെഞ്ചരി. അത് അപ്പം തന്നെ മാറുകയും ചെയ്യുന്നു. പക്ഷെ ഷൂട്ടിങ് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മരുന്ന് പോകാനെന്ന് ഞാൻ കരുതുന്നു. ഇന്നും ഓർക്കുമ്പോൾ സങ്കടം വരുന്ന ഒരു കാര്യമാണ്. ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചാണ് നവാസിന് ആദ്യമായി നെഞ്ചുവേദന വരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് മുടങ്ങണ്ട എന്ന് കരുതി അദ്ദേഹം അത് കാര്യമാക്കിയില്ല. പിന്നീട് ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞേ ഷൂട്ടിംഗ് ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതിനിടയിലാണ് വീണ്ടും നെഞ്ചുവേദന വരുന്നതും വീണു പോകുന്നതും. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നെ നെഞ്ചുവേദന വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നവാസും ഇന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ റൂമിൽ കൊഴിഞ്ഞു വീഴുന്നതിന് പകരം ലൊക്കേഷനിൽ വെച്ചാണ് കൊഴിഞ്ഞു വീഴുന്നെങ്കിൽ പോലും ഒരുപക്ഷെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയുകയും അതുവഴി നവാസിന് ജീവൻ രക്ഷിക്കാനും സാധിച്ചേനെ. ഇനി പക്ഷെ അങ്ങനൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ആലോചിക്കുമ്പോൾ ഒരു സങ്കടം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും വാക്കുകൂടി കേട്ടോക്കാം. പക്ഷെ അതൊരു 6 മണിയായപ്പോൾ പുള്ളി രഹനാനെ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞ് ഞാൻ വരാൻ പോകണാണ്, പിള്ളേർക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് വെച്ചതാണ്. പിന്നെ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് വേറെയാണ്. അത് നമുക്കൊരിക്കലും ഇങ്ങനെ എല്ലാവരും പറയും ഇങ്ങനെ അത് മറക്കാൻ പറ്റില്ല, ഒരിക്കലും ആവില്ല. ഞങ്ങൾ ജീവിക്കണമെന്ന് തന്നെ തോന്നില്ല നമുക്ക്. അത് നമ്മൾ അങ്ങനെ ആയിപ്പോയി എല്ലാവരും. മോളെ ഒന്ന് പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പം മൂത്ത മോള് ടീച്ചറാണ്. അപ്പം അവള് വന്ന ഇടയ്ക്ക് ഇങ്ങനെ പിക്കപ്പ് ചെയ്യാൻ നോക്കും. പിന്നെ അതിലേക്കാണല്ലോ വരുന്നത്. അവസാന നാളുകളിൽ ഒരു ഇന്റർവ്യൂ തന്നത് ഞങ്ങളുടെ ചാനലിലാണ്, ഈജ സിനിമയുടെ. എന്തുകൊണ്ടും അവസാനത്തെ ഇന്റർവ്യൂ അതായിരുന്നു എന്ന് തോന്നുന്നു. ആ അവസരത്തിൽ രഹ്നത്ത പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: അടുത്തൊരു ജന്മം ഉണ്ടെങ്കിലും നവാസുക്കയുടെ വൈഫായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. രഹ്നത്തയെ പറ്റി എന്ത് ചോദിക്കണമെന്ന് അറിയില്ല. എല്ലാവരും തിരയുന്ന ഒരു മുഖം ഇപ്പോഴും അതെ, രഹ്നത്ത ഓക്കെ ആണോ എന്നുള്ളതാണ്. അവർ തമ്മിൽ ജീവിതത്തില് ഒരു വഴക്ക്, ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അവർ തമ്മിൽ. അവര് ഭാര്യ ഭർത്താക്കന്മാരും മക്കളും 3 പേര്, ഞാൻ, വൈഫ്. ആ ലോകം അങ്ങനെയാണ്. പുള്ളി അല്ലാതെ ഒരാളോട് ഒരു വൈരാഗ്യം ഒരാളെ വൈരാഗ്യം അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഇന്ന് വരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി എല്ലാം കൊടുക്കുന്ന ആളാണ്. ആര് വന്നാലും ഒരാളെ ആരോഗ്യം നോക്കാറില്ല പുള്ളി. അങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഫാമിലിക്കൊക്കെ അറിഞ്ഞ് ചെയ്യുന്ന ആളുകളാണ്. ചോദിച്ചിട്ടല്ലല്ലോ, അറിഞ്ഞ് ചെയ്യുമല്ല. ആ മോനെന്താ ഇങ്ങനെ ദൈവം കൊണ്ടൊന്ന് വെച്ചെന്ന് അറിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ നല്ലവരെ ആദ്യം വിളിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയണം. അങ്ങനെ അപ്പം നമ്മളൊക്കെ ചീത്തയായിട്ട് ജീവിച്ചാൽ മതിയെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. നമ്മളുടെ ഫീലാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നല്ലവർ ആദ്യം വിളിക്കുന്ന ഈ സ്കീം ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് ദൈവം നിർത്തി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രായമെത്താതെ മരിക്കുന്നവരുടെ കുടുംബത്തോട് എല്ലാവരും പറയുന്നൊരു ആശ്വാസ വാക്കാണ് ഏത്, നല്ലവരെ ദൈവം വിളിക്കുമെന്ന്. ദൈവത്തിന് അവരോട് ഇത്രയും ഇഷ്ടമുണ്ടായിട്ടാണ്. പലപ്പോഴും ഇത് ശരിയാണെന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും ചില വേർപാടുകൾ നേരത്തെ ആകുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. നമുക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ നവാസിന്റെ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യ പിതാവായിട്ടുള്ള ഇദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ടില്ലേ? നവാസിനെ കുറിച്ച് നല്ല വാക്കുകളില്ലാതെ ഒന്നും തന്നെ അദ്ദേഹത്തിന് പറയാനില്ല. എന്തായാലും ബാക്കി കേട്ടോക്കാം. മോനൊരിക്കലും ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞാലോ അപ്പൊ തന്നെ വീട്ടിലേക്ക് വരും, അല്ലാതെ വേറെ എങ്ങും പോകില്ല. ആ വീട്, ആ കുടുംബം, ആ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ആ വീട് ഭയങ്കര ഇഷ്ടമാണ്. അത് വാസ്തവത്തിൽ അത് പണിതത് എനിക്കും വൈഫിനും വേണ്ടിയാണ് ഞാൻ ഒന്നിച്ച് തന്നതാണ്. പക്ഷെ അവസാനം പുള്ളിക്ക് ആ വീടാണ് ഇഷ്ടം. അവിടെ തന്നെ നിൽക്കുകയും ചെയ്തത്. പുള്ളിയുടെ വീട് ചൂണ്ടിലുണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ആ സ്ഥലവും വീടും പുള്ളിയുടെയാണ്. അത് എല്ലാം അവിടെ എല്ലാ വൃക്ഷങ്ങളും പുള്ളിയുടെ. ഇപ്പോൾ അതിൽ നിന്ന് ഒരു ഇല വീഴുമ്പോൾ ഞാൻ സമ്മതിക്കാറില്ല. ഒരു ഇല വീഴാൻ ഞങ്ങൾ ആരും സമ്മതിക്കാറില്ല. അത് പുള്ളിയുടെ ജീവനാണ് വീഴുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടില്ല നമുക്ക്. ദൈവം ആർക്കും അങ്ങനെ വെക്കല്ലേ, ഒരാൾക്കും വെക്കാതിരിക്കട്ടെ. അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ വേദന അറിയുള്ളൂ. വീടിനെ പറ്റി പറഞ്ഞു. അപ്പം കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എന്നോട് ക്ഷമിക്കണം. എന്തായാലും അവസാന നാളിൽ മരണത്തിന് ശേഷം കുറെ വാർത്തകളിൽ വന്നത് ഇത്രയും വർഷം പണിയെടുത്തിട്ട് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നു, സമ്പാദ്യങ്ങളൊന്നും ഇല്ലേ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നു. വീടിന്റെ ഫോട്ടോസൊക്കെ പുറത്തേക്ക് വന്നു. പക്ഷെ അതങ്ങനെ അല്ല, അല്ലേ? പുള്ളിയുടെ 1 രൂപ കടമില്ല. പുള്ളി 1 രൂപ ആർക്കും കടമില്ല. ഇപ്പൊ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന 2 വണ്ടിയും പുള്ളിയാണ്. ആ വീട് പുള്ളിയുടെ 1 ഏക്കർ അടുത്ത സ്ഥലമുണ്ട്. ഒക്കെ പുള്ളി ഉണ്ടാക്കിയത്. വേറൊരു വീടും ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളി. പിന്നെ സമ്പാദ്യം എന്ന് പറയുന്നത് കയ്യിൽ എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അത് എങ്ങനെയാണ് കയ്യിലെന്നത്. പക്ഷെ വളരെ നീറ്റായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ പുള്ളി പരിപാടിയും ഈ പ്രോഗ്രാമിന്റെ
ഒരു ഇതുണ്ട്. എന്നാലും പുള്ളിക്ക് പ്രോഗ്രാം ഉണ്ട്. പിന്നെ അങ്ങനെ വീട്ടിലൊരു പൈസ ഇല്ലായ്മ എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി അങ്ങനെ പൈസ ഇല്ലാതെ ചെറിയ വീടൊന്നും അല്ലാതെ പുള്ളിക്ക് അങ്ങനത്തെ വീടാണ് ഇഷ്ടം. പിന്നെ ഒരു ഭയങ്കരമായിട്ടൊക്കെ ഉണ്ടാക്കാനുള്ള അങ്ങനെയൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ജോലി എടുക്കുന്നതിൽ ഭൂരിഭാഗവും മറ്റുള്ളവർക്കായാലും കൊടുക്കാറുണ്ട്, അവർക്കായാലും കൊടുക്കാറുണ്ട്. പിന്നെ പുള്ളി അന്നും പറയും രേന അത് തന്നെയാണ്, ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് വലിയ താല്പര്യക്കാരാണ്. അത് കയ്യിൽ വെച്ചിട്ട് ഇത്ര എന്തിനാണ് പുള്ളി പറയാം നോട്ടെന്ന് പറഞ്ഞ കടലാസാണ്, അത് ചെലവാക്കുമ്പോഴല്ലേ പൈസ ആകുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. പിന്നെ പുള്ളി ചെറിയ വീട്ടിൽ പുള്ളിക്ക് മനോഹരമായ വലിയൊരു വീടൊക്കെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നില്ല. പുള്ളിക്ക് വേറെ വീടുണ്ട്, ചൂണ്ടിയിൽ വീട്, 2 നില വീടാണ്, മനോഹരമായ വീടാണ്. അത് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതൊന്നുമില്ല. മക്കളെയൊക്കെ സേഫ്റ്റി ആക്കി. ആഡംബരം അങ്ങനെ ചെയ്യില്ല. അത്യാവശ്യത്തിന് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരെയും കൂടി നോക്കും. അവരും കഴിക്കണമല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ. പിന്നെ പെരുന്നാൾ അതൊക്കെ അവിടുത്തെ നാട്ടുകാർക്ക് അറിയാം ഇത് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. പെരുന്നാൾ വന്നാലും അത് വന്നാലും ഒക്കെ പുള്ളി എല്ലാ വീടുകളിലും ഞാനും പുള്ളി മക്കളും കൂടിയാണ് എല്ലാം കൊണ്ട് കൊടുക്കുക. കൊടുത്തുകൊണ്ട് പറയണല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരാളോടും അങ്ങനെ പിന്നെ ചെറിയ വീട്ടിൽ താമസിക്കാനൊന്നും ഉണ്ടാക്കിയില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാര്യം നമ്മളാ ആ വീട് ഇഷ്ടമാണ് പുള്ളിക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ വീട് ഇഷ്ടം. ഈ അത് മണ്ണുകൊണ്ടുള്ള പണിത വീടാണ്. അങ്ങനത്തെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അകത്തളമൊക്കെ ആയിട്ടുള്ള ചെറിയ വീട് ഞങ്ങൾക്ക് അത് മതി. എല്ലാവരും താമസിക്കുന്ന വീടിന്റെ വലുപ്പത്തിലല്ല, അവിടെ താമസിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ വലുപ്പത്തിലാണ് കാര്യം. അവരുടെ സന്തോഷം, സമാധാനം, ഐക്യം, അതിലൊക്കെയാണ് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ നവാസിന്റെ കുടുംബത്തിന് 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടി വരും. എത്ര വലിയ വീടുണ്ടായിട്ട് എന്താ കാര്യം? അവിടെ ജീവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആകെ 50-55 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതും അത്ര വലിയ വേഷങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ നാട്ടിലും വിദേശത്തും ഒക്കെ ഒരുപാട് സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. റിയാലിറ്റി ഷോകളിൽ ജഡ്ജായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഇദ്ദേഹം സ്വരുക്കൂട്ടുണ്ടാക്കിയതാണ് ഇന്ന് കാണുന്ന വീടും സ്ഥലവുമല്ല. ചിലപ്പോൾ മറ്റെന്തെങ്കിലും ബിസിനസ്സുകൾ ഉണ്ടായേക്കാം. എന്തായാലും ഒരു കംപ്ലീറ്റ് ഫാമിലി മാൻ ആയതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് ഇത്രയും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നവാസിന് അതേ ലെവലിൽ മിമിക്രിയിലും സിനിമയിലും തിളങ്ങിയ പലർക്കും ഇങ്ങനെയൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ കിട്ടുന്നതൊക്കെ അടിച്ചു പൊളിച്ച് കളയും, ആഡംബരം കാണിക്കും. പക്ഷെ നവാസിന്റെ കുടുംബമായിരുന്നു വലുത്. അദ്ദേഹം കുടുംബത്തിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ കുടുംബത്തിന് അദ്ദേഹത്തോട് അത്രയും സ്നേഹം. മരിച്ചു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും നവാസിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നത് ജീവിച്ചിരുന്ന കാലത്ത് നവാസ് അവര് പൊന്നുപോലെ നോക്കിയത് കൊണ്ടാണ്. എന്തായാലും ഇനി നവാസിന്റെ മകൻ ഉപ്പാനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി കേട്ട് നിർത്താം. മോനോട് എന്ത് ചോദിക്കണമെന്ന് അറിയില്ല, അവൻ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല എനിക്കറിയാം, ഈ കണ്ണ് നിറയുമ്പോ എന്റെ അച്ഛന് മരിച്ചതാണ്. അപ്പൊ കണ്ണ് നിറയുമ്പോ എനിക്കറിയാം ഒരു വേദന. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അല്ലേ അച്ഛൻ? ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സായിട്ട് വാപ്പാനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പച്ച എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. വല്ല വിഷമം സ്കൂളിൽ വല്ല തല്ലടന്നാലോ വല്ല നടക്കാറില്ല, എന്നാലും വല്ല വിഷമം ഉണ്ടെങ്കിലും വാപ്പച്ചൊന്ന് ചോദിക്കും എന്തുണ്ടായെന്ന്. ഞാനിതെല്ലാം പറയും. വാപ്പാക്കപ്പോ അതിനെ സമാധാനപ്പെടുത്തും, എല്ലാം ചെയ്യും. എപ്പോഴും വാപ്പ കൂടെ ഉള്ളപ്പോ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ പോയപ്പോ പിന്നെ എല്ലാം പോയി. മോന്റെ ചേട്ടനാണോ അറിയില്ല, നിങ്ങൾ ആരോ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട് ഷർട്ട്, വസ്ത്രത്തിനെ പറ്റിയിട്ട്. അതായത് എന്റെ ഷർട്ട് ഇട്ടുകൊണ്ട് പൊക്കോ എന്ന് പറയുന്ന ഒരു അച്ഛൻ വളരെ അപൂർവമായിട്ടുള്ളൂ. ആ ഷർട്ട് ഇട്ടാമോ നിൽക്കുന്ന ഒരു ഫോട്ടോയും ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾക്കും കൂടെ കൂട്ടിയാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിക്കാറല്ലേ? എനിക്ക് വാപ്പാടെ എല്ലാ ഡ്രസ്സും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ അപ്പോൾ ഓരോ ഇതിന് പോകുമ്പോഴും എനിക്ക് സ്കൂളിൽ പ്രോഗ്രാം നടക്കും. അപ്പൊ ഞാൻ വാപ്പച്ചോട് ചോദിക്കും എനിക്ക് ഈ ഡ്രസ്സ്, വാപ്പ പറയാതെ എടുത്തോന്ന് പറയും. പക്ഷെ എനിക്ക് നാണമാണ് അങ്ങനെ ചോദിക്കാൻ. പക്ഷെ വാപ്പച്ച പറയും അത് ഒരു കുഴപ്പമില്ല, നീ സ്വന്തമായിട്ട് എടുത്തോ, നീ നിന്റെ ആണെന്ന് വെച്ചിട്ട്. ഇത് വാപ്പാടെ ചേട്ടാ. നവാസിന്റെ മകൻ ഉപ്പയെ കുറിച്ച് പറഞ്ഞേ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. അല്ല, ഒരു മകന് തന്റെ അച്ഛനോടുള്ള ആരാധനയും സ്നേഹവും ആ വാക്കുകളിൽ പ്രകടമാണ്. ഉപ്പയുടെ തമാശകളും സ്നേഹവും ഇല്ലാത്ത വീട് എത്ര ശൂന്യമാണെന്ന് ആ മകൻ പറയുന്നുണ്ട്. ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് നവാസ് തന്റെ മക്കൾക്ക് നൽകിയ കരുത്തും കരുതലും എത്രത്തോളമാണ് എന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സിനിമയിലെ വലിയ താരമായിട്ടല്ല, മറിച്ച് തന്റെ ജീവിതത്തിലെ ഹീറോ ആയിട്ടാണ് ആ മകൻ നവാസിനെ കാണുന്നത്. ആ ഒരു നഷ്ടം അവർക്ക് ഒരിക്കലും നികത്താനാവില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ് അല്ലേ? എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.